ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രദർശനം നമ്മൾ കാണുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശിലാണ്. പൗലോസ് അപ്പോസ്തലനാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയത്: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു എന്ന്. ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന സ്നേഹമാണ് അവിടുത്തെ പുത്രനെ കൂടെ നമുക്ക് വേണ്ടി നൽകുന്ന സ്നേഹം. യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യം വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. സുവിശേഷത്തിൻ്റെ തന്നെ ഒരു ഉള്ളടക്കമാണത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം നൽകുന്ന സ്നേഹമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നു: ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മാനവരാശിയുടെ രക്ഷയ്ക്ക്, പാപത്തിൽ നിന്നുള്ള മോചനം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയാണ് സാധിക്കുന്നത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച നമ്മുടെ നാഥൻ. അതുകൊണ്ട് തന്നെയാണ് ദുഃഖവെള്ളി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ ആകുന്നത്. ദൈവസ്നേഹം ക്രൂശിലൂടെ വെളിപ്പെടുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ അത് നിറയട്ടെ.